അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് എൻഡ് എന്താണെന്ന് അറിയാം. അപ്പോൾ ബാക്ക് എൻഡ് എന്തിനു ഉപയോഗിക്കണമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ബാക്ക് എൻഡ് വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിക്വസ്റ്റ് നമുക്കൊരു ഫ്രണ്ട് എൻഡ് ഉണ്ട്. എന്ന് പറയുമ്പോൾ റിയാക്ട്, ആംഗുലർ, അതൊക്കെ ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്ക്സ്. അപ്പോൾ അതൊക്കെയാണ് ഒരു ഫ്രണ്ട് എൻഡ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ EJS ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് വേറെ കോൺസെപ്റ്റാണ്. അതല്ല ഇപ്പം റിയാക്ട് ഒക്കെ പഠിച്ചിട്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ് സെറ്റ് ഓഫ് ഫയൽസ്, അതിനകത്ത് UI കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഈ കാണുന്നത്. അതിനകത്ത് UI കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തുള്ള UI ഇവന്റ്സ് ഒക്കെ എഴുതി വെക്കും. ഫ്രണ്ട് സെറ്റ് ഓഫ് ഫയൽസ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലായിട്ട് റിക്വസ്റ്റ് അയക്കും. റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നമുക്കൊരു ഫോം സബ്മിറ്റ് ചെയ്യണം. ക്രിയേറ്റ് അക്കൗണ്ട് ചെയ്യാൻ നേരത്ത് ഡേറ്റ എൻ്റർ ചെയ്തിട്ട് ആ റിക്വസ്റ്റ് വരുന്നത് ബാക്ക് എൻഡിലായിട്ടാണ്. എന്നിട്ട് ബാക്ക് എൻഡിൽ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും ആ ഡേറ്റ എന്ത് ചെയ്യണം, ഡേറ്റാബേസോട് എങ്ങനെ ഇൻട്രാക്ഷൻ ചെയ്യണം. ഇവിടെയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. ഡയറക്റ്റ് ഇങ്ങനെയല്ലേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കും, ഇവരത് ഇൻട്രാക്ട് ചെയ്തിട്ട് തിരിച്ച് റെസ്പോൺസ് അയക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചത് ഫ്രണ്ട് എൻഡ് എടുക്കും. ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്. അപ്പം എന്ത് ചെയ്യും, ഫ്രണ്ട് എൻഡിൽ നിന്ന് റിക്വസ്റ്റ് ആയിട്ട് അയക്കും. അവിടെ ബിസിനസ് ലോജിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് ബാക്ക് എൻഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. എന്നിട്ട് ആ റെസ്പോൺസ് തിരിച്ച് ഫ്രണ്ട് എൻഡിൽ അയച്ചു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ നടക്കുന്നത്. ഈ ഫ്രണ്ട് എൻഡിന്റെയും ബാക്ക് എൻഡിന്റെയും ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരും. ഇപ്പൊ നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ ക്രോം എടുക്കാം. ക്രോം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുക്കാം. ഏതാണിപ്പോൾ ഏത് പറയും, ഫേസ്ബുക്ക് facebook.com കണ്ടല്ലോ. ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ലോഗിൻ ചെയ്യണം. ഈ ലോഗിൻ ചെയ്യാൻ ഇത് ഫ്രണ്ട് എൻഡ്. ഇപ്പം കാണുന്നതാണ് നമ്മുടെ ഈ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ നമ്മളൊരു യൂസറാണ് ഞാൻ. അപ്പം ഞാനിവിടെ എൻ്റെ ഇമെയിൽ അടിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ ഇപ്പോൾ ഈ മൊബൈൽ നമ്പർ ഇമെയിൽ അടിക്കാൻ പോവാം. vinayak123@gmail.com അടിച്ച് പാസ്വേഡ് നമ്മൾ പഠിച്ചു കൊടുക്കാൻ പോവാ. പാസ്വേഡ് അടിച്ചു. ഇനി നമ്മളിവിടെ ലോഗിൻ ചെയ്യത്തില്ലേ, ഈ ലോഗിൻ ചെയ്യുന്ന ഈ ഡേറ്റ ഇല്ലേ, ഇപ്പം നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഫ്രണ്ട് എൻഡിൽ നിന്ന് ഈ രണ്ട് ഡേറ്റയും ബാക്ക് എൻഡിലേക്ക് ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. ആ എൻഡ് പോയിന്റായിട്ട് പാസ് ആവുന്നുണ്ട്. കണ്ട, ഇതാണ് സംഭവിക്കുന്നത്. എന്നിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് വരും. അതനുസരിച്ച് ഇവിടെ മെസ്സേജ് കാണിക്കും. ഇപ്പൊ നെറ്റ് കിട്ടാത്തതുകൊണ്ടാന്ന് തോന്നുന്നു എന്തോ ലോഡ് ആകുന്നില്ല. കണ്ട, സോറി സംതിങ് വെന്റ് റോങ്. കണ്ട, അവിടെ എന്തോ പ്രശ്നം വന്ന് അതുകൊണ്ട് അപ്പൊ ആ മെസ്സേജ് വന്നപ്പോൾ അവർ പറഞ്ഞ് റെസ്പോൺസ് അടിക്കാൻ തിരിച്ച് ആ രീതിയിൽ റെസ്പോൺസ് വന്നു, എന്തോ ഇഷ്യൂടെ റെസ്പോൺസ്. അപ്പൊ അവർ ഇങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ UI സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു. ഇതാണ് ഒരു എക്സാമ്പിൾ. മനസ്സിലായാലും നമ്മുടെ നമുക്ക് ഫ്രണ്ട് എൻഡ് നമ്മൾ റിയാക്ടിനകത്ത് ടെംപ്ലേറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ആപ്പ് കൊടുത്തപ്പോൾ തന്നെ ഫുള്ള് വന്ന് ഒരു സെറ്റ് ഓഫ് ഫയൽസ് വന്ന് പാക്കേജ് ഒക്കെ വന്നു. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാം ബാക്ക് എൻഡിലെ ഫയൽസ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൾഡർ എടുക്കുക. ആ ഫോൾഡറിൽ നമ്മൾ ആ പാത്തിൽ നമ്മൾ VS Code ഓപ്പൺ ചെയ്യാം. ഒന്നുമില്ല, ഫോൾഡർ ഒരു ഫയലും ഇല്ല. അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ എടുക്കുക. ന്യൂ ടെർമിനൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് npm ഇനിഷ്യലൈസ് ചെയ്യും. npm എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. അപ്പം അതിൻ്റെ കഥ പറയുകയാണെങ്കിൽ അതിന് ഫ്രണ്ട് എൻഡ്, അതിനൊരു ബ്രൗസറിൽ തന്നെയാണ് ക്യൂബിലിറ്റി ഫണ്ട് ഉണ്ടായിരുന്നു. ബ്രൗസറിലെ ചെറിയ ഈവൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഫണ്ട് വരുന്നുണ്ടായിരുന്നു. അതിന് സെർവർ സൈഡിൽ ഇതുപോലെ ബാക്ക് എൻഡ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ മാറ്റി കോൺഫിഗർ ചെയ്തു. ഇതിന് സ്വന്തമായിട്ട് കമ്പൈലറോ ഇതൊന്നും ഇല്ലായിരുന്നു. ഇതിന് കമ്പൈലർ ഉണ്ടാക്കി ഇതിൽ ബാക്ക് എൻഡിലിട്ട് കോഡ് എഴുതുന്ന രീതിയിൽ മാറ്റിയെടുത്ത ആ ഒരു വെർഷനാണ് Node.js എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ സെർവർ സൈഡ് കോഡ്സ് ഒക്കെ എഴുതാൻ പറ്റും. അതാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. നമ്മളിപ്പോൾ എന്തും ഫ്രണ്ട് എൻഡ് കാണുമ്പോൾ പറയാം കുറേ ഫയൽസ് ഉണ്ടാവും. അതൊരു പാക്കേജ് ആക്കിയിട്ടുള്ള റൺ ചെയ്യണം. ഇതുപോലെ പാക്കേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പാക്കേജ് മാനേജറാണ് npm ജാവാസ്ക്രിപ്റ്റിൻ്റെ. അപ്പം നമുക്ക് ആദ്യം പാക്കേജ് മാനേജർ ഇനിഷ്യലൈസ് ചെയ്യാം. ഇനിഷ്യലൈസ് ചെയ്യാൻ നേരത്ത് അവിടെ ഒരു ഫയൽ വരും. അല്ല, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അത് നമുക്കിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട, നമ്മളെല്ലാം എൻ്റർ അടിച്ച് വിട്ടാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് എൻ്റർ അടിച്ചിട്ട് നമ്മളിപ്പോൾ എസ് കൊടുത്തു. ഇപ്പോൾ ഒരു package.json എന്നുള്ള ഫയൽ അവിടെ വന്നു. അപ്പം ഇത് ഓക്കെ, നമുക്കൊരു എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനുള്ള ഒരു ഫയലായത്. ഇതിൽ നമ്മൾ വേറെ ഒന്നും കോഡൊന്നും എഴുതുന്നില്ല.
അതിന് വേണ്ടിയിട്ട് കോഡൊക്കെ നമ്മൾ വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. നമുക്കിപ്പോൾ ഒരു ഇൻഡെക്സ് ഡോട്ട് ജെ എസ് എന്ന പേര് വിളിക്കും. അപ്പോൾ ഈ ഇൻഡെക്സ് ഡോട്ട് ജെ എസിൻ്റെ ഇതിനകത്താണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം കൺസോൾ ഡോട്ട് ലോഗ് ഹലോ, ഇങ്ങനെ ഹലോ എന്ന് കൊടുക്കാം. ഈ ഹലോ എന്ന് കൊടുക്കുന്നത് ഇത് റൺ ചെയ്യണം. നമുക്ക് സാധാരണ നോഡ് ഹൈഫൺ ഇൻഡെക്സ് ഡോട്ട് ജെ എസ് എന്ന് വിളിച്ചാൽ ഹലോ വന്നല്ലോ. ഇങ്ങനെയാണ് റൺ ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവം നോഡ് ഇൻഡെക്സ് ഡോട്ട് ജെ എസ് വിളിക്കുന്ന പകരമായിട്ട് നമുക്ക് ഇവിടെ സ്ക്രിപ്റ്റ് എഴുതി വെക്കാം. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്താം. സ്റ്റാർട്ട് അടിക്കാൻ നേരത്ത് npm സ്റ്റാർട്ട് അടിക്കാൻ നേരത്ത് എന്ത് ചെയ്യണം? ഈ കമാൻഡ് എക്സിക്യൂട്ട് ആണ്. ഇൻഡെക്സ് ഡോട്ട് ജെ എസ് ഒന്നുമില്ല, ജസ്റ്റ് ആ സാധനം ഈ ഫയൽ ഒന്ന് ഇനിഷ്യലൈസ് ചെയ്യാൻ നമ്മളിവിടെ ഒരു അത് കോൺഫിഗർ ചെയ്ത് വെച്ച് അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ ഇനി npm സ്റ്റാർട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. കണ്ട ഹലോ വേൾഡ് അല്ല ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. എന്നുവെച്ചാൽ ജസ്റ്റ് ഇവിടെ നമ്മൾ നേരിട്ട് ഹലോ ലോഗ് കൺസോളിലോട്ട് ഹലോ എന്ന് കൊടുത്തിട്ട് നോഡ് ഇൻഡെക്സ് ഡോട്ട് ജെ എസ് എന്ന് വെച്ചപ്പോൾ ഹലോ അടിച്ചു. അവിടെ പിന്നെ നമ്മൾ ഇതെന്ന് വെച്ചാൽ ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് എന്നുള്ള കമാൻഡ് കോൺഫിഗർ ചെയ്ത് വെച്ച് എന്നിട്ട് അതിന് ആ കമാൻഡ് നോഡ് ഇൻഡെക്സ് ഡോട്ട് ജെ എസ് ഇവിടെ കോൺഫിഗറേഷൻ ചെയ്ത് എന്നിട്ട് അത് npm സ്റ്റാർട്ട് എന്ന് വിളിച്ചപ്പോൾ സെയിം ഫയൽ തന്നെ ഇവിടെയും റണ്ണായി. മനസ്സിലായി? ഇനിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് നോഡ് ജെ എസ് സെർവർ സൈഡിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ഒത്തിരി കൂടുതലാണ്. ഒത്തിരി കോഡ് ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് എന്നുള്ള ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നത്. ഈ എക്സ്പ്രസ് എന്ന ഫ്രെയിംവർക്ക് ഈ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. അപ്പോൾ ആദ്യം നമ്മൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ എന്താ ചെയ്യണം? നമുക്ക് എക്സ്പ്രസ് എന്ന ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് ഈ ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പ്രസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിൻ്റെ അകത്ത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ npm install എക്സ്പ്രസ് നമ്മൾ അതിനകത്ത് എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യും. എക്സ്പ്രസിൻ്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അവിടെ ഒരു നോഡ് മോഡ്യൂൾസ് എന്ന ഫയലും ഒന്ന് കാണും. പാക്കേജ് ലോക്ക് ജെയ്സൺ എന്ന ഫയലും. ഈ പാക്കേജ് ലോക്ക് ജെയ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡിപ്പെൻഡൻസീസ് പക്ഷേ കുറച്ച് ലൈബ്രറീസ് ഒക്കെ ആഡ് ചെയ്ത് ഇപ്പോൾ എക്സ്പ്രസ് എന്ന് പറയുന്നത് വേറൊരു ലൈബ്രറിയാണ്. അത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ പോകും. അതിലേ ചെയ്യണം. ആ ഒരു സാധനത്തിലെ കറൻറ്റ് വേർഷനൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. നമ്മുടെ പാക്കേജ് ഡോട്ട് ജെയ്സൺ ഫയലിനകത്ത് കണ്ട ഡിപ്പെൻഡൻസീസ് എക്സ്പ്രസ്. അപ്പം ഇതൊരു പാക്കേജ് ലോക്ക് ഡോട്ട് ജെയ്സൺ ആണ്. നമ്മളിപ്പോൾ ഈ ഒരു സിസ്റ്റം വേറൊരു സിസ്റ്റത്തിൽ കൊണ്ട് റൺ ചെയ്യാൻ നേരത്ത് ഞാനിപ്പോഴല്ലേ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വേർഷനും അതൊക്കെ ലോക്കാവും. എന്ന് വെച്ചാൽ പുതിയൊരു സിസ്റ്റത്തിൽ വന്നാലും അപ്പം വേർഷൻ മാറിയാലും ഇത് റൺ ചെയ്യാൻ നേരത്ത് ഇപ്പം ഞാൻ എപ്പോഴാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ ഉണ്ടായിരുന്ന വേർഷൻ ആയിരിക്കും റൺ ചെയ്യുന്നത്. അതിന് വേണ്ടി ഈ ഒരു വേർഷന് കോമ്പാറ്റബിൾ ആയിരിക്കും നമ്മുടെ കോഡൊക്കെ. ഈ വേർഷൻ ഈ പാക്കേജ് ലോക്ക് ചെയ്ത് വെക്കും ഡിപ്പെൻഡൻസീസ് എല്ലാം. മനസ്സിലായല്ലോ? പിന്നെ ആ ലൈബ്രറിയുടെ ഫയൽസ് എല്ലാം നോഡ് മോഡ്യൂൾസിൻ്റെ അടുത്താണ് കാണുന്നത്. അപ്പോൾ തുടങ്ങാം. പിന്നെയുള്ള പിന്നെ എക്സ്പ്രസ്സിലേക്ക് തുടങ്ങാം. അപ്പോൾ അതിനകത്ത് നമ്മൾ എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്യും. അല്ലല്ല, വേറൊരു കാര്യം ചെയ്തു. എന്താ ചെയ്യേണ്ടത്? നമുക്ക് നോഡ് മോൺ എന്ന് പറഞ്ഞ സാധനം ഇൻസ്റ്റാൾ ചെയ്യാം. നോഡ് മോൺ അതെന്തിനാ ഉപയോഗിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് ഹലോ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് റൺ ചെയ്യാൻ നേരത്ത് ഒറ്റവട്ടം റൺ ചെയ്താൽ പോലെ നമുക്കിതൊരു സെർവർ എന്ന് പറയുമ്പോൾ എപ്പോഴും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കണം. എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കണം. ആ ചേഞ്ച് അനുസരിച്ച് സെർവർ അത് ആ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോഡ് മോഡ് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? npm install നോഡ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യും. നോഡ് മോഡ് ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. നോഡ് മോഡ് ഇൻസ്റ്റാൾ ആയി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പാക്കേജ് ഡോട്ട് ജെയ്സൻ്റെ അകത്ത് നോഡിന് പകരം നോഡ് മോഡ് എന്നാണ്. അപ്പം ഈ സെർവർ നിൽക്കത്തില്ല, റൺ ആയിക്കൊണ്ടേയിരിക്കും. കാണിച്ചില്ല, കണ്ട npm സ്റ്റാർട്ട് സെർവർ നിൽക്കുന്നില്ല. നോഡ് മോഡ് വീണ്ടും അത് റെൻഡർ ചെയ്യും. നമുക്കിവിടെ ഇൻഡെക്സ് ഡോട്ട് ജെയ്സിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് പിന്നെ റെൻഡർ ആയിക്കൊണ്ടിരിക്കും. കണ്ട W അടിച്ചപ്പോൾ W വന്ന്, O അടിച്ചപ്പോൾ O വന്ന്, R അടിച്ചപ്പോൾ R വന്ന്, L വന്ന്, D വന്ന്. കണ്ട ഹലോ വേൾഡ് ഇങ്ങനെ വന്ന കണ്ട. മനസ്സിലായല്ലോ? ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പരിപാടി കൊടുക്കാം. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ആ വേരിയബിളിലിട്ട് ആ എക്സ്പ്രസ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തു. എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ
ആ ലൈബ്രറി ആദ്യം നമ്മളിപ്പോൾ സീലൊക്കെ ചെയ്തിട്ട് ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് വെച്ചാൽ നമ്മൾ ആ ലൈബ്രറി ഉപയോഗിക്കുന്നുണ്ട്, ആ ലൈബ്രറിയിലെ സാധനങ്ങളെല്ലാം പക്ഷേ ആ ലൈബ്രറി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ആ ലൈബ്രറി നമ്മൾ പുറത്ത് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതാണ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് നോട്ട് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും, എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്തു കണ്ടല്ലോ. ഇനി ഈ എക്സ്പ്രസ് വെച്ചിട്ട് നമുക്ക് വേരിയബിൾ ഉണ്ടാവും var app. അതിൻ്റെ അകത്തായിട്ട് ഈ റിക്വയർ ചെയ്ത എക്സ്പ്രസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിനെ അറിയാലോ, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ഒബ്ജക്റ്റിംഗ് ക്ലാസ്. അപ്പൊ ഇവിടെ നമ്മൾ ആ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലാസ് ആയിട്ട് എഴുതിച്ചിട്ടുണ്ട് ലൈബ്രറി. അങ്ങനെ ആ ഒരു എക്സ്പ്രസിന്റെ ക്ലാസ്സിൽ നിന്ന് അതിന്റെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു ആപ്പ് എന്ന വേരിയബിളായിട്ട് കൊണ്ടുപോകും. ഇതാ ഇവിടെ ചെയ്തേക്കാം. ഇത് അങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് എക്സ്പ്രസ് ഉപയോഗിക്കാൻ വേണ്ടി ഒരു വേരിയബിൾ സെറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചാലും മതി. പക്ഷേ മറ്റേ ക്ലാസ് ഒബ്ജക്റ്റ് എന്നൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇപ്പം ഇങ്ങനെ ജസ്റ്റ് അത് ഉപയോഗിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി നമ്മൾ കോൾ ചെയ്ത് ആപ്പിലായിട്ട് വെച്ച് ഇത്ര മനസ്സിലാക്കിയാൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ആപ്പ് വെച്ചിട്ട് വിളിക്കും ആപ്പ് ഡോട്ട് ലിസൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതെന്തെങ്കിലും ഉപയോഗിക്കണം അറിയാം. ഈ നമ്മുടെ ഈ ഫയൽസ് ഇല്ലേ, ഒരു പോർട്ടിൽ റണ്ണാണ്. നമ്മൾ ഫ്രണ്ട് എൻഡ് ചെയ്തല്ലോ, ഫ്രണ്ട് എൻഡ് ചെയ്തപ്പോൾ നമ്മൾ പോർട്ടിൽ അത് അവർ കോൺഫിഗർ ചെയ്ത് വെച്ചിരുന്ന പോർട്ടാണ്. ഇവിടെ നമ്മൾ കോൺഫിഗർ ചെയ്യുക പോർട്ട് റണ്ണായി. ആ പോർട്ടിൽ റണ്ണായി, ആ പോർട്ടിൻ്റെ നമ്പർ ഞാൻ 3000 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ജസ്റ്റ് റണ്ണായി കഴിയുമ്പോൾ എന്തെങ്കിലും മെസ്സേജ് കാണിക്കണമെങ്കിൽ നമ്മുടെ കൺസോൾ ഡോട്ട് അറിയാൻ എന്ന് വെച്ചാൽ പോർട്ട് സ്റ്റാർട്ട് ആയെന്നാണ് അറിയാൻ വേണ്ടി നമുക്ക് വെൽക്കം അല്ല സെർവർ സ്റ്റാർട്ട് എന്ന് സെർവർ സ്റ്റാർട്ട് എന്ന് കൊടുത്തു. കണ്ടോ, അതിവിടെ വന്നിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ ആപ്പ് ഇന്ന പോർട്ടിൽ റണ്ണായി. ഇപ്പം ആദ്യം ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ എക്സ്പ്രസ് റിക്വയർ ലൈബ്രറി റിക്വയർ ചെയ്ത് എന്നിട്ട് ആ ഒരു വേരിയബിളായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആപ്പ് ഇന്ന പോർട്ടിൽ റൺ ചെയ്തു. മനസ്സിലായല്ലോ. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഇനിയാണ് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ പോകാം. അതിന് നമ്മൾ റൂട്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ, റൂട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റൂട്ടറിൻ്റെ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യാം. var റൗട്ടർ ഈക്വൽ ടു എക്സ്പ്രസ് ഡോട്ട് റൗട്ടർ അത് ലൈബ്രറി. റൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റൂട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൗട്ടർ എന്ന് പറഞ്ഞ ലൈബ്രറി ഉപയോഗിക്കാം. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോൾ റിയാക്റ്റിൽ ഫ്രണ്ട് എൻഡ് റൂട്ട് സെറ്റ് ചെയ്തിട്ട് ഇപ്പം എന്താ പറയുക, ഒരു സ്ലാഷ് ഒരു പാത്ത് ഉണ്ട്, ഒരു പാത്ത് കൊടുക്കും, സ്ട്രിങ് പാത്ത്, ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു പാത്ത് കൊടുക്കും. ഇന്ന പാത്തിലായിട്ട് റിക്വസ്റ്റ് കണ്ടിട്ട് ഇന്ന കാര്യങ്ങൾ നടക്കും. അതാണ് ഇവിടെ ഞാൻ റൂട്ടർ പറയുന്നത്. ഈ റൂട്ടിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. എന്നാലും ഒന്നുകൂടി പറയാം. ഒരു പാത്ത് ഉണ്ട്, ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു സ്ട്രിങ് ആയിരിക്കും വായി കൊടുക്കുന്നത്. ആ ഒരു പാത്ത് എന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് ആ ഒരു പോയിന്റായിട്ട് റിക്വസ്റ്റ് അയക്കാൻ നേരത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ റൂട്ടറുടെ എഴുതി കൊടുത്തിരിക്കും. മനസ്സിലായല്ലോ. അപ്പം ഇനി അടുത്തതായിട്ട് ഈ റൂട്ടർ ഉപയോഗിക്കണം. ഉപയോഗിക്കാൻ വേണ്ടി ഇതിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ആപ്പ് ഡോട്ട് യൂസ്. ആപ്പ് ഡോട്ട് യൂസ് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, സ്ലാഷ് ആണ് കോമൺ പാത്ത്, മൊത്തത്തിൽ വരുന്ന പാത്താണ് സ്ലാഷ്. നമുക്കൊരു അറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്ലാഷ് ഇട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഗ്ലോബലാണ്, മൊത്തത്തിൽ ആപ്പിലായിട്ടുള്ള പാത്താണ്. അപ്പം ആ ഒരു പാത്ത് മൊത്തത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാത്ത് സെറ്റ് ചെയ്യാൻ അങ്ങോട്ട് റൗട്ട് കൊടുക്കുക. നമുക്ക് ഇതിലായിട്ട് ഇതൊരു പാത്ത് മാനേജ്മെന്റ് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, റൗട്ടർ ആ വേരിയബിൾ കൊടുക്കണം. ഇപ്പം എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗെയിം മനസ്സിലാവും നിങ്ങൾക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടർ ഒരു റൂട്ടാണ് സെറ്റ് ചെയ്ത് മൊത്തത്തിൽ ആ ആപ്പിന്റെ റൂട്ട്സ് എല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന റൗട്ടർ എന്ന് പറയുന്ന വേരിയബിളാണ്. ഇത് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് ആപ്പ് ഡോട്ട് യൂസ് ഫംഗ്ഷൻ. അപ്പം നമുക്ക് ഇനി അത് ഉപയോഗിക്കാം. റൗട്ടർ ഡോട്ട് ഗെറ്റ് ഇനി അതിൻ്റെ അകത്തായിട്ട് പാത്ത് ഇപ്പം നമുക്ക് സ്ലാഷ് ഡാറ്റ കൊടുക്കാം. ഡാറ്റ കഴിഞ്ഞിട്ട് കോമ, രണ്ട് വേരിയബിൾ ഉണ്ട്, റിക്വസ്റ്റ് കോമ റെസ്പോൺസ്. എന്നിട്ട് ഇതിനകത്തായിട്ട് രണ്ട് വേരിയബിൾ ഉണ്ട്, റിക്വസ്റ്റ് കോമ റെസ്പോൺസ്. എന്നിട്ട് ഒരു ആരോ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, റിക്വസ്റ്റ് വരാൻ നേരത്ത് ഫ്രണ്ട് എൻഡിൽ നിന്ന് നമുക്കൊരു റിക്വസ്റ്റ് വരുമ്പോൾ എന്ത് റെസ്പോൺസ് എന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് സ്ലാഷ് ഡേറ്റയിലായിട്ട് ഒരു റിക്വസ്റ്റ് വരാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, റെസ്പോൺസ് ഡോട്ട് സെൻഡ് തിരിച്ച് സെൻഡ് ചെയ്യും. എന്ത് ഒരു സാധനം വെൽക്കം എന്നൊരു ഡേറ്റ നമ്മൾ കൊടുക്കും. വെൽക്കം എന്ന് പറഞ്ഞ ഒരു വേർഡ് നമ്മൾ തിരിച്ച് സെൻഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ, നമുക്ക്
ഫ്രണ്ട് എൻഡിൽ നിന്ന് സ്ലാഷ് ഡേറ്റ എന്നൊരു പാത്ത് നമ്മുടെ ഫ്രണ്ടിൽ എപ്പോഴെങ്കിലും ലോക്കൽ ഹോസ്റ്റ് 3000 സ്ലാഷ് ഡേറ്റ എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ഫ്രണ്ട് എൻഡിൽ നിന്ന് കൊടുക്കാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും റെസ്പോൺസ് ഡോട്ട് സെൻഡ് വെൽക്കം എന്നുള്ള ടെസ്റ്റ് കൊടുക്കും. ഇത്ര ചെയ്യുന്നുള്ളൂ. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ലോക്കൽ ഹോസ്റ്റ് 3000 സ്ലാഷ് ഡേറ്റ എന്താ കണ്ട വെൽക്കം വന്നു. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാര്യം.